ക്ഷമിക്കണം. രാജേശ്വരി മക്കളുമായി ബാലചന്ദ്രൻ രാജേശ്വരിയുടെ വീട്ടിലേക്ക് തന്നെ പോയി. ഇപ്പോഴുള്ള കണ്ടുമുട്ടൽ വേണ്ടായിരുന്നു. അത് തന്നെ നന്ദിനിക്കുട്ടിയെ കൂടുതൽ വിഷമത്തിലാക്കി. അതിൻ്റെ കുറ്റബോധവും വേദനയും ബാലനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. തൻ്റെ മക്കൾക്ക് നല്ലൊരു അമ്മയായി, ബാലചന്ദ്രൻ്റെ നല്ല ഭാര്യയായി രാജേശ്വരി മാറിയിരിക്കുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ അണിയുന്നില്ല, ആഭരണങ്ങൾ ഉപയോഗിക്കാറില്ല, ക്ലബിലും പോകാറില്ല. ഈ മാറ്റം ബാലനെ അത്ഭുതപ്പെടുത്തി. ബാലൻ പോയതിനു ശേഷം രാജേശ്വരിക്ക് വിക്രമൻ കോൺട്രാക്ടർ കുറേ കല്യാണ ആലോചനകൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ രാജേശ്വരിക്ക് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തുവിട്ടത് രാജേശ്വരിയുടെ അറിവോടുകൂടിയായിരുന്നു. ബാലചന്ദ്രന്റെ മുമ്പിൽ തോക്കാൻ രാജേശ്വരി തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജേശ്വരി തലയിറങ്ങി വീഴുന്നു. ഇടയ്ക്കിടയ്ക്ക് രാജേശ്വരിക്ക് പനിയും വരാറുണ്ട്. ഡോക്ടറിനടുക്കെ കൊണ്ടു ചെല്ലുന്നു. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നത് കാരണം ഡോക്ടർ വിശദമായ ചെക്കപ്പിന് അയക്കുന്നു. റിസൾട്ട് വാങ്ങാൻ രാജേശ്വരി പോകുന്നു. അപ്പോഴാണ് രാജേശ്വരിക്ക് ക്യാൻസർ ആണെന്നും ലാസ്റ്റ് സ്റ്റേജ് ആണെന്നും അറിയുന്നത്. പഠിക്കുന്ന കാലത്താണ് രാജേശ്വരിക്ക് ക്യാൻസർ കണ്ടെത്തിയത്. നീണ്ട ചികിത്സയ്ക്ക് ശേഷം അസുഖം തിരികെ വന്നില്ല. ഇത് മറച്ചുവെച്ചാണ് ബാലചന്ദ്രനുമായുള്ള വിവാഹം നടത്തിയത്. തനിക്കിനി എണ്ണപ്പെട്ട ദിവസങ്ങളെ ഉള്ളെന്നറിയുന്ന രാജേശ്വരി ബാലനോട് ചെയ്തോർത്ത് കുറ്റബോധം തോന്നുന്നു. തൻ്റെ മക്കളെ സ്നേഹിക്കാനോ അവർക്ക് നല്ലൊരു അമ്മയാകാനോ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങൾ ബാലൻ്റെ കൂടെയും മക്കളുടെ കൂടെയും സന്തോഷത്തിലിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മകളുടെ അസുഖവിവരം അറിയുന്ന അച്ഛൻ മാനസികമായി തകർന്നു. കരിമിലിനെ പറഞ്ഞയച്ച് നന്ദിനിക്കുട്ടിയെ നാട്ടിലേക്ക് വിളിപ്പിക്കുന്നു രാജേശ്വരി. നന്ദിനിയെ കാണുന്നു. എനിക്കിനി അധിക നാളില്ല ഈ ഭൂമിയിൽ. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്ക് അമ്മയായി ബാലേട്ടൻ്റെ ഭാര്യയായി നന്ദിനി വരണം. എനിക്ക് വാക്ക് തരണം. എന്നിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തോടെ മരിക്കാൻ. ഇത് അറിയുന്ന ബാലചന്ദ്രൻ ആകെ വിഷമത്തിലാകുന്നു. രോഗം ഊർജിച്ച് രാജേശ്വരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. എന്നെ വെറുക്കരുത് ബാലേട്ട. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് കുറേ തെറ്റുപറ്റി. മക്കളും നന്ദിനിയുമായി ബാലേട്ടൻ സന്തോഷത്തോടെ ജീവിക്കണം. നമ്മുടെ മക്കളെ നന്നായി നോക്കണം. എനിക്കൊരിക്കലും നിന്നെ വെറുക്കാൻ കഴിയില്ല രാജി. എൻ്റെ 2 കുട്ടികളുടെ അമ്മയാണ് നീ. ബാലചന്ദ്രനോട് മാപ്പ് പറഞ്ഞ് രാജേശ്വരി മരണത്തിന് കീഴടങ്ങി. മകൾ മരിച്ച വിഷമത്തിൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വിക്രമൻ കോൺട്രാക്ടറും മരിച്ചു. പിന്നെയുള്ള കാലം നന്ദിനിക്കുട്ടിയും ബാലനും മക്കളുമായി ജീവിച്ചു. ബാലനും നന്ദിനിക്കുട്ടിക്കും ഒരു മകൾ കൂടി ജനിച്ചു. ബാലചന്ദ്രൻ സത്യസന്ധനായ ഒരു ഓഫീസറായി ജോലി ചെയ്തു. നന്ദിനി തൻ്റെ നോവൽ എഴുത്ത് തുടർന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു ഇടവേള വേണമെന്ന് തോന്നുമ്പോൾ അവർ കോട്ടേജിലേക്ക് പോകാറുണ്ട്. ഈനാശവും വരാറുണ്ട്. പക്ഷെ ഭാര്യ ഒരു പ്രശ്നം കൈയോടെ പിടിച്ചത് കാരണം ആളിപ്പോൾ ഡീസൻ്റാണ്. ബാലൻ്റെ മൂത്ത മകൾ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുമായി ഭർത്താവിൻ്റെ കൂടെ UK-യിലാണ്. മകൻ അച്ഛനെ പോലെ IAS ഓഫീസറായി. മകൻ്റെ വിവാഹം കഴിഞ്ഞു. നന്ദിനിക്കുട്ടിയുടെയും ബാലൻ്റെയും മകൾ വക്കീലായി. മകളുടെ വിവാഹവും കഴിഞ്ഞു. എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കുന്നു.